പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടില് കസ്റ്റംസ് റെയ്ഡ് എന്ന് കേട്ടപ്പോ ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് അവരോടുള്ള എന്തോ പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പുറത്ത് BJP ചെയ്തൊരു സംഗതിയാണെന്നാണ്. എമ്പുരാൻ എടുത്തത് കൊണ്ട് പൃഥ്വിരാജിനോടും മതപരമായ ചില കാരണങ്ങൾ കൊണ്ട് ദുൽഖറിനോടും മമ്മൂട്ടിയോടും ഒക്കെ BJPക്ക് ഉണ്ടെന്ന് ഇവർ കരുതുന്ന ചില വിരോധം, ആ ഒരു കാരണം കൊണ്ടും ഒക്കെ മനഃപൂർവ്വം മോദി ചെയ്തൊരു ഫാസിസ്റ്റ് നടപടിയാണ് ഓപ്പറേഷൻ നുംഖൂർ എന്നാണ് കുറെ ആളുകൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഓപ്പറേഷൻ നുംഖൂർ? ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണോ? അതുപോലെ തന്നെ ഈ താരങ്ങളെയൊക്കെ ഇങ്ങനെ പിടിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ നുംഖൂർ കൊണ്ട് സാധാരണക്കാരായ നമുക്കടക്കം ഉണ്ടാകുന്ന ഗുണം? ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം എന്നത്തെയും പോലെ ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. ലിറ്ററലി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പേയ്മെന്റ് തരുന്നത് നിങ്ങളാണ്, ശമ്പളം നൽകുന്നത് നിങ്ങളാണ്. കുറെ ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് കോൺസ്റ്റന്റ്ലി റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് നമ്മുടെ വീഡിയോസിന്റെ റീച്ച് ഇറങ്ങി പോവുകയും മോണിറ്റൈസേഷൻ, അതായത് ഫേസ്ബുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ തരുന്ന വരുമാനം ഇല്ലാതായി പോവുകയും ചെയ്തൊരു അവസരത്തിലാണ് ചാനൽ മുൻപോട്ട് പോകാനായിട്ട് പ്രേക്ഷകരായ നിങ്ങളോട് നമ്മൾ സഹായം ചോദിച്ചത്. അപ്പൊ ഇപ്പോൾ സഹായിക്കുന്നത് പോലെ തന്നെ തുടർന്നും നമ്മളെ ഇത് സോർട്ട് ചെയ്യാൻ ഒരു 2-3 മാസം എടുക്കും. അതുവരെയും നമ്മളെ ഒന്ന് സാമ്പത്തികമായി പിന്തുണയ്ക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. അപ്പൊ കുറച്ച് സാങ്കേതിക കാരണങ്ങളാലാണ് കുറച്ച് ദിവസങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ കൂടുതൽ ശക്തമായി ഇനി അങ്ങോട്ട് നമ്മളെ കാണാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഓപ്പറേഷൻ നുംഖൂർ? ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ വലിയ തോതിൽ ടാക്സ് അടക്കാതെ ഇവിടെ വിറ്റഴിച്ച ഒരു സംഗതിയാണ് കസ്റ്റംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് പിടിച്ചെടുക്കുന്ന ആ ഒരു ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ നുംഖൂർ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയല്ല. ടോട്ടൽ കൺട്രി, അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്? ഭൂട്ടാൻ സോൾജിയേഴ്സ് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്യുന്നതാണ് പതിവ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് അങ്ങനെ ചീപ്പ് റേറ്റിൽ അവർ ലേലം ചെയ്ത് കളയും. ലാൻഡ് റോവർ, ലാൻഡ് ക്രൂയിസർ, റേഞ്ച് റോവർ ഇതുപോലത്തെ വലിയ വണ്ടികളാണ് ഇത്തരത്തിൽ ചെറിയ വിലയ്ക്ക് അവിടെ ലഭ്യമാകുന്നത്. അപ്പൊ ഇവിടെയുള്ള കുറെ ഡീലർമാര് അവിടെ പോയി ഇതിങ്ങനെ ലേലം ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചെയ്യാൻ സാധിക്കും, കാരണം ഇന്ത്യക്ക് അവരുമായിട്ട് അങ്ങനെ ഒരു വ്യാപാര കരാറുണ്ട്. അവിടെ വന്ന് സാധനങ്ങൾ ലേലം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അടക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് ഓരോ രാജ്യത്തിനും നമ്മുടെ ആ രാജ്യവുമായിട്ട് ഇന്ത്യക്ക് എങ്ങനെയാണോ വ്യാപാര കരാറുള്ളത് അതിനനുസരിച്ച് പെർസെന്റേജ് വ്യത്യാസം ഉണ്ടാവും. ഭൂട്ടാൻ എന്ന രാജ്യത്തിൽ നിന്നും ഒരു വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് 160% ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. എന്നാൽ അത് നൽകാതെ കൊണ്ടുവന്ന വാഹനങ്ങള് ഭൂട്ടാനിൽ നിന്നും വണ്ടി ഓടിച്ച് ഹിമാചൽ പ്രദേശിലേക്ക് വന്നിട്ട് ആ ഷിംല റൂറൽ ഏരിയയിൽ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുവാണ്. അപ്പൊ ഈ കൺട്രി ടു കൺട്രി ഇങ്ങനെ വണ്ടി ഓടിച്ചു വരാം, നമ്മുടെ വാഹനമാണ് എന്നുള്ള രീതിയിൽ ഓടിച്ചു വരാം. അങ്ങനെ കൊണ്ടുവന്നിട്ട് വേറെ ആളുടെ, ഇന്ത്യയിലുള്ള ഒരാളുടെ പേരിൽ രജിസ്ട്രേഷൻ ഫോർജറി ചെയ്തിട്ട് ഫേക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് 1 ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് എടുക്കുന്ന വാഹനം 10 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് എടുക്കുന്ന വാഹനം 30 ലക്ഷം രൂപയ്ക്കും വിറ്റഴിച്ചിരിക്കുകയാണ്. ഏകദേശം 200ഓളം വാഹനങ്ങളാണ് ഇന്ത്യ മുഴുവനുമായിട്ട് ഇങ്ങനെ വിറ്റിരിക്കുന്നത്. വലിയ തോതിൽ ഇത് നിരത്തിലിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്നതനുസരിച്ചിട്ട് കസ്റ്റംസ് പോയത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. 200 വാഹനങ്ങൾ ഇത്തരത്തിൽ ഇറങ്ങുമ്പോൾ എന്താണ് സത്യത്തിൽ നമ്മുടെ സർക്കാരിന്, ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന് ടാക്സ് ഇനത്തിൽ വരുന്ന നഷ്ടം എന്നറിയാമോ? അത് ഏകദേശം കണക്കാക്കിയ 156 കോടി രൂപ വരും. അപ്പൊ സർക്കാരിന് നഷ്ടം വന്നാൽ നമുക്ക് എന്താ എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ടാക്സിൽ നിന്നാണ് നടക്കുന്നത്. അപ്പൊ ലിറ്ററലി നഷ്ടം വരുന്നത് നമുക്കാണ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടി, നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി, നമ്മുടെ ഹെൽത്ത് കെയറിന് വേണ്ടി ഒക്കെ ചെലവഴിക്കേണ്ട പണമാണ് ഈ രീതിയിൽ ഇവർ വെട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡീലർമാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡീലർമാർ മാത്രമല്ല പ്രതികൾ. ഇതൊക്കെയും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഒരു RC ബുക്ക് ഒക്കെ തയ്യാറാക്കി കൊടുത്ത അധികാരികൾ വലിയ രീതിയിൽ ഇതിൽ തെറ്റുകാരാണ്. തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടും. പിന്നെ ഇത് വാങ്ങിയവർ എങ്ങനെയാണ് തെറ്റുകാരാവുന്നത്? ഇപ്പോൾ എമ്പുരാൻ എടുത്തതിന്റെ ദേഷ്യത്തിലാണോ പൃഥ്വിരാജിനോട് ഇത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ദുൽഖർ സൽമാനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്നാൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞ സംഗതി. ഭൂട്ടാനിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവന്നത് ഇല്ലീഗലാണ്. അത് ഇവർ അറിയണമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ നിയമപ്രകാരം മോഷ്ടിച്ച മുതൽ വാങ്ങുന്നതും കുറ്റകരമാണ്. അത് സ്വർണമായാലും ആന്റിക് സാധനങ്ങളായാലും വാഹനമായാലും വേറെന്തെങ്കിലും സംഗതികളാണെങ്കിലും ഒക്കെ ഈ നിയമം ആപ്ലിക്കബിൾ ആണ്. എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൽ ഒരു എക്സ്ക്യൂസ് അല്ല. അറിവില്ലായ്മയും തെറ്റായിട്ടാണ് നമ്മുടെ കോടതികൾ കണക്കാക്കുന്നത്. അപ്പൊ തീർച്ചയായും ഞാനൊരു ഡീലർ അടുത്തുനിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ അത് ഓതറൈസ്ഡ് ഡീലർ ആണോ എന്ന് നോക്കി വാങ്ങേണ്ട ഉത്തരവാദിത്വം ഒരു ബയ്യർ എന്ന നിലയിൽ എന്റേതാണ് അങ്ങനെയാണ് നമ്മുടെ നിയമം, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് എന്റേതാണ്. ഞാൻ വാങ്ങിയത് മോഷ്ടിച്ച മുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് കേസായി കഴിയുമ്പോൾ ഞാനും പുലിവാല് പിടിക്കും. എനിക്കും അതിന്റെ പുറകെ പോകേണ്ടി വരും. അത് എന്തായാലും ഗവൺമെന്റിലേക്ക് കണ്ടെടുക്കുമ്പോൾ എത്ര രൂപ കൊടുത്താണോ ഞാനത് വാങ്ങിയത് ആ കാശ് എനിക്ക് പോക്കാം. ഇനി അത് തിരിച്ച് ഞാൻ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ആ പെനാൽറ്റി ആയാലും അതുപോലെ അടയ്ക്കേണ്ട ഡ്യൂട്ടി ആയാലും ഒക്കെ ഞാൻ എക്സ്ട്രാ അടയ്ക്കേണ്ടി വന്നേക്കാം. അതൊക്കെ എനിക്ക് നഷ്ടമാണ്.
ഇതൊക്കെയും ഒഴിവാക്കാനായിട്ടാണ് നമ്മുടെ ഡീലർ ഓതറൈസ്ഡ് ആണോ എന്ന് നോക്കുന്നത്. പക്ഷെ ഈ കാര്യത്തിലും നമുക്കത് എത്രത്തോളം നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗവൺമെന്റ് ഡോക്യുമെന്റ്സിൽ വരെ ഫോർജറി നടക്കുന്നു, ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നമുക്കത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു വണ്ടി വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അമിത് ചക്കാലക്കലിന്റെ വണ്ടിയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അമിത് ചക്കാലക്കൽ പറയുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്, ഞാൻ വേറെ വണ്ടികൾ ഉപയോഗിക്കുന്നത് കേരള സ്റ്റേറ്റ് വണ്ടിയായിട്ട് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ വലിയ രീതിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് മുഖ്യമന്ത്രി ആയാലും അതുപോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയാലും അതിനെപ്പറ്റി കാര്യമായിട്ടൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ടാക്സ് അടച്ച് നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? നമുക്ക് നമ്മുടെ റൈറ്റ് ആണല്ലോ, നമുക്ക് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാം, നമ്മൾ പൗരന്മാരെ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം ഇന്ത്യക്കകത്ത്. ഒരു ഡോക്യുമെന്റും അതിന് വേണമെന്നില്ല, നമ്മുടെ പൗരാവകാശത്തിന്റെ ഡോക്യുമെന്റ്സ് മാത്രം മതി. അപ്പൊ അങ്ങനെ ഇരിക്കാൻ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. കുറെ അന്തംഗമ്മികളുടെ ഒക്കെ കമന്റ് ഞാൻ കണ്ടത് ചിരിച്ച് ഞാൻ മരിച്ചു. അതായത് ഭൂട്ടാൻ വേറൊരു സംസ്ഥാനം അല്ലേ എന്നുള്ള രീതിയിലാണ് അത് കമന്റ് ചെയ്യുന്നത്. സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരെണ്ണം എടുത്തപ്പോൾ ഇത്രയും പ്രശ്നമില്ലല്ലോ, അപ്പുറത്ത് കിടക്കുന്ന ഭൂട്ടാനിൽ നിന്ന് എടുത്താൽ എന്താ കുഴപ്പം? ഭൂട്ടാൻ വേറൊരു രാജ്യമാണ്, ഇന്ത്യ വേറൊരു രാജ്യമാണ്. ഒരു രാജ്യത്തെ നിന്ന് ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കുറെ നിയമങ്ങളുണ്ട്, അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ പൗരന്മാർക്കും ഉണ്ട്. അവര് നമ്മളും തമ്മിലുള്ള വ്യാപാര ആ ബന്ധം അത്ര നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയി അവിടെ നിന്ന് ലേലം ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റുന്നത്. ഈ ഡ്യൂട്ടി വെട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ, സർക്കാരിനെ വെട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു സിവിക് സെൻസ് ഉള്ള ഒരു പൗരൻ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അപ്പൊ അതിൽ പങ്കാളികളായി എന്നുള്ളത് കൊണ്ട് ഈ വാങ്ങിയ ആളുകളും സത്യത്തിൽ പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതെന്തോ ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊന്നും ന്യായീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്ത കാര്യത്തിന്റെ ഗൗരവം ഇല്ലാതാവുന്നില്ല. ഈ അമിത് ചക്കാലക്കൽ തന്നെ പറയുന്നുണ്ട്, ആകെ ഡോക്യുമെന്റ് എന്ന് പറയാനുള്ളത് RC ബുക്ക് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇൻഷുറൻസ് ഇല്ല, ബാക്കി പുക അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ലാതെ ഇത്തരത്തിലൊരു വണ്ടി നിരത്തിലിറങ്ങി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയി ആർക്കെങ്കിലും ജീവഹാനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, അംഗഭംഗമോ ഒക്കെ സംഭവിച്ചാൽ ഇൻഷുറൻസ് കാശൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഇവരൊക്കെ പൈസ ഉള്ളത് കൊണ്ട് ഇവർ ചിലപ്പോൾ എന്തെങ്കിലും തന്നാൽ വാങ്ങുക എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ആർക്കൊക്കെ റിസ്ക് ആണ്. നിങ്ങൾ ഈ സിനിമാ നടന്മാരുടെ വീട്ടിൽ കയറിയത് ശരിയായില്ല എന്നൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നാളെ ഇതുപോലെ പേപ്പറില്ലാത്തൊരു വണ്ടിയുടെ മുമ്പിൽ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഒക്കെ വന്നു പെട്ട് ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓരോരുത്തരും ഇരകളാകുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ട കാശും കൂടെയാണ് ഇത്തരത്തിൽ ഈ ഡീലേഴ്സ് പറ്റിച്ചിരിക്കുന്നത്. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ഫോർജറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏകദേശം 156 കോടി അല്ലെങ്കിൽ 200 കോടിയുടെ ഒക്കെ ഒരു അഴിമതി അല്ലെങ്കിൽ അത്തരത്തിലൊരു വെട്ടിപ്പ്, ടാക്സ് വെട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. കേരളത്തിൽ മാത്രമല്ല ഓപ്പറേഷൻ ഉംകൂർ ഉള്ളത്, ഇന്ത്യ മുഴുവനും ഇതിന്റെ ട്രേഡും കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ വണ്ടികൾ പിടിച്ചെടുക്കുന്നുണ്ട്, ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരിവാഹൻ ആപ്പിൽ വരെ ഈ വണ്ടികൾ വന്നപ്പോൾ അത്രത്തോളം ഒക്കെ ചെയ്തിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടാത്തത് എന്താ? അതല്ല അത്രയുള്ളൂ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്യുന്നത് കണ്ടിരുന്നു. എഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ്, എഫിഷ്യന്റ് ആയതുകൊണ്ടാണ് സത്യത്തിൽ ഇതിപ്പോ വാങ്ങിയ ആൾക്കാരുടെ അടുത്ത് റെയ്ഡ് വരെ എത്തിയിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് എല്ലാ ആൾക്കാരുടെ അടുത്ത് എത്തി എന്നുള്ളതാണ്. ഇന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പൃഥ്വിരാജിന്റെ അത്രയൊക്കെ ഫേമസ് അല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീട്ടിൽ വരെ റെയ്ഡ് ചെയ്ത് ഇതുപോലെ തന്നെ വാഹനം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതവർ എഫിഷ്യന്റ് ആയതുകൊണ്ടാണ് കൈയോടെ പിടിച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ പിടിക്കില്ലല്ലോ. 200 വാഹനങ്ങൾ ഇവിടെ വന്നു എന്നുള്ളത് തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പിഴവ് തന്നെയാണ്. പക്ഷെ അത് പരിഹരിച്ചു പോകുന്നിടത്താണ് സത്യത്തിൽ മനുഷ്യരെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ജീവവർഗമാണെന്നൊന്നും പറയാൻ കഴിയില്ല. എല്ലാ തരത്തിലും പലവിധ ദൗർബല്യങ്ങളും പിഴവുകളും ഒക്കെ സംഭവിക്കുന്ന ഒരു ആൾക്കാരെ തന്നെ, ഒരു സ്പീഷീസ് തന്നെയാണ് നമ്മൾ. അപ്പൊ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണോ പിഴവ് സംഭവിച്ചത് അവിടെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഒരു പ്രോഗ്രസ് തന്നെയാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ ഉംകൂറിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു നല്ല പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി. കാരണം രാജ്യത്തിന് വരേണ്ട കോടിക്കണക്കിന് രൂപ ചില വ്യക്തികൾ അപഹരിക്കാൻ നോക്കുമ്പോൾ അതിന് പച്ചക്കൊടി കാണിക്കാൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. നമ്മളാണെങ്കിലും കറക്റ്റ് ആയിട്ട് GST അടച്ചും അതുപോലെ ടാക്സ് അടച്ചും ഒക്കെ ചെയ്യുമ്പോഴാണ്, അങ്ങനെയൊക്കെ ടാക്സ് ഒക്കെ അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അവരോട് ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു റൈറ്റ്സ് പോലും ഉണ്ടാവുക. കറക്റ്റ് ആയിട്ട് ടാക്സ് അടയ്ക്കാത്ത ഒരാൾക്ക് എനിക്ക് എന്താ സർവീസ് തരാത്തതെന്ന് ചോദിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ലല്ലോ, അയാൾ അടക്കുന്നില്ലല്ലോ. അപ്പോ ആ ഒരു റൈറ്റ് ഉള്ള പൗരനായിരിക്കുക എന്നുള്ളത് അതും നമ്മുടെ എന്താ പറയുക ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ ഓപ്പറേഷൻ ഉംകൂറിനെ സപ്പോർട്ട് ചെയ്യുക. ബാക്കി ഈ പറയുന്ന അൺനെസറി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, അതൊന്നും അല്ല സത്യം. ഇതുപോലെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ഭൂട്ടാൻ സംസ്ഥാനമാണ് അല്ലെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയോട് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ അതിന്റേതായ രീതിയിൽ തള്ളിക്കളയുക. അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണ്. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.